ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതും റവ വെച്ചിട്ടാണ് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുന്നത്. അത് ഒരുപാട് നേരം ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വറുത്ത റവയൊന്നുമല്ല, വറക്കാത്ത റവയാണ്. അപ്പോൾ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ റവ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 മുതൽ 1/4 കപ്പ് വരെ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മധുരം എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് മധുരം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാൻ 2-3 ഏലക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അത് ചെറിയ ചൂടിലുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. റവയൊക്കെ ഒന്ന് പെട്ടെന്ന് സോക്കായി കിട്ടും. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം 1 കപ്പ് ഒഴിച്ച് നോക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇതുപോലെ നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഞാൻ ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. കണ്ടില്ല, ഈ ഒരു വെള്ളത്തിൻ്റെയൊക്കെ കണക്ക് ഇത്ര വേണം കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതാ മിക്സിയിലെ ജാറിലത്തെ മുഴുവനും ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് 1/2 മണിക്കൂറായിട്ടുണ്ട്. ഒരുപാട് പൊങ്ങി വരുമൊന്നുമില്ല കേട്ടോ. പക്ഷെ എന്നാലും നമ്മുടെ വട്ടയപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. നമുക്ക് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മാവ്. ഇനി ഇതൊരു ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് നമുക്ക് ഒരു പാത്രത്തിലോ പ്ലേറ്റിലോ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആവി കയറ്റി വേവിക്കാം. ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് അതൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ സാധാരണ ഒരു സ്റ്റീൽ പാത്രം, സ്റ്റീലിൻ്റെ പ്ലേറ്റൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്തിട്ട് അതിലൊഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ ഓയിലൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ, ഒരു പകുതിയോളം ഞാൻ ഒഴിച്ചു കൊടുക്കണുള്ളൂ. ഈ മാവ് വെച്ചിട്ട് ഞാനിവിടെ 2 വട്ടയപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അതൊരു പപ്പടക്കോലോ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ആയോ എന്നുള്ളത് അറിയാൻ പറ്റും. അതിൽ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് പുറത്തെടുക്കാം ഇഡ്ഡലി പാത്രത്തിൽ നിന്നും. നന്നായി ആറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ നമുക്ക് വട്ടയപ്പം പുറത്തെടുക്കാം. സൈഡൊക്കെ നമുക്കിത് അതുപോലെ ഒന്ന് മാറ്റി കൊടുക്കാം കത്തി കൊണ്ട്.
ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് കൊട്ടി കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ സോഫ്റ്റ് വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.